ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക. കർമ്മഫലം അനുഭവിച്ചേ തീരൂ. എന്തു പ്രവൃത്തിയും സാക്ഷിഭാവത്തിൽ ചെയ്യുക. ഇവ മൂന്നും ദയവായി വിശദീകരിക്കുക. ഇത് 3 തലങ്ങളിലുള്ളതാണ്. ആദ്യത്തത് കർമ്മയോഗോപദേശമാണ്. എങ്ങനെ കർമ്മങ്ങളോട് കൂടിയുള്ള സംഘത്തെ എനിക്ക് ജയിക്കാൻ പറ്റും, എങ്ങനെ കർമ്മം എന്നെ ബന്ധിക്കുന്നതല്ലാതെ ചിത്തശുദ്ധിയെ നൽകുന്ന രീതിയിലേക്ക് എനിക്ക് മാറ്റാൻ കഴിയും. ഈ ചോദ്യത്തിന് മറുപടിയാണ് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക. എന്തുകൊണ്ട് നമുക്ക് കർമ്മഫലത്തിൽ അധികാരമില്ല, കർമ്മത്തിലെ അധികാരമുള്ളൂ. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എനിക്ക് ആ അഗ്നിജ്വാലയിലേക്ക് വിരലിടാം, ഇടാതിരിക്കാം. അല്ലെങ്കിൽ അവിടെ പ്ലഗ് പോയിന്റ് ഉണ്ട്, ആ പ്ലഗ് പോയിന്റിനുള്ളിലേക്ക് എനിക്ക് വിരലിടാം, ഇടാതിരിക്കാം. എൻ്റെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ അതിലേക്ക് വിരലിട്ടാൽ ഷോക്ക് അടിക്കും എന്നുള്ളതിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇതിലേക്ക് വിരൽ സ്പർശിച്ചാൽ പൊള്ളും എന്നുള്ളതിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. പൊള്ളും, ഉറപ്പാണ്. അതുകൊണ്ട് പൊള്ളാതിരിക്കണമെങ്കിൽ വിരലിടരുത്, കഴിച്ചു പൊള്ളും. അപ്പം കർമ്മത്തിൽ എനിക്ക് അധികാരമുണ്ട്, ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥ ചെയ്യാനും എനിക്ക് സാധിക്കും. പക്ഷെ ഫലത്തിൽ എനിക്ക് അധികാരമില്ല. ഫലം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എനിക്കിവിടുന്ന് ആളിൽ കുതിച്ച് ഇതിൻ്റെ മുകളിലൊക്കെ കയറിയുന്നില്ല. അവിടുത്തെ പുത്തരം ചാടാതിരിക്കാം. പക്ഷെ ചാടിക്കഴിഞ്ഞാൽ എല്ലു കൊണ്ട് ചാവും എന്നുള്ളതിൽ എനിക്ക് അധികാരമില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ കർമ്മത്തിലേ എനിക്ക് അധികാരമുള്ളൂ, കർമ്മഫലത്തിൽ എനിക്ക് അധികാരമില്ല. ഫലം സ്വാഭാവികമായി വന്നു ചേരും. കർമ്മമുണ്ടോ ഫലമുണ്ട്. അങ്ങനെ പറയാം, കർമ്മമുണ്ടോ ഫലമുണ്ട്. ഫലമില്ലാത്ത കർമ്മമില്ല. പക്ഷേ എനിക്ക് അധികാരം കർമ്മത്തിൽ മാത്രമാണ്, ഫലത്തിലല്ല. അതുകൊണ്ട് ശുദ്ധമായി പരമാവധി അർപ്പണ ഭാവത്തോടു കൂടി എത്ര നന്നായി ചെയ്യാമോ അത്രയും നന്നായി കർമ്മങ്ങളെ ചെയ്യൂ. ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് കർമ്മത്തെ പോലും ദുഷിപ്പിക്കേണ്ടത്. ഇതാണ് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്നുള്ള അർത്ഥം. പക്ഷേ ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. നാവിന് എല്ലില്ല, തിരിച്ചും മറിച്ചും പറയാം. ഒരു ഫലേച്ഛയില്ലാത്ത കർമ്മം ചെയ്യണമല്ലോ ആര്? നിങ്ങളെല്ലാവരും. അപ്പം ഞാൻ ചിന്തിക്കണം, എന്താ എനിക്കിവരെന്ത് ദക്ഷിണ തരുന്നാവോ? നോക്കണേ, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്ന് നാട്ടുകാരോട് പറയുന്ന ആള് ചിന്തിക്കുക, എനിക്കെന്ത് ദക്ഷിണ കിട്ടുന്നു. അപ്പോഴോ അതാ പറയുന്നത്, പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, ജീവിക്കാൻ ഒട്ടും എളുപ്പമല്ല. അപ്പോൾ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാനുള്ള ഒരു ഉപായത്തെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഭഗവത്ഗീത പോലുള്ള ശാസ്ത്രങ്ങൾ. അതാണ് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതെന്തോ ആവട്ടെ, ലൗകികമാകട്ടെ വൈദികമാകട്ടെ, മറ്റൊരാളുടെ ദൃഷ്ടിയിൽ നല്ലതാവട്ടെ ചീത്തയാകട്ടെ, നമ്മുടെ ദൃഷ്ടിയിലുള്ള കർമ്മം ഈശ്വര പൂജയായിട്ട് ചെയ്യാം. ഭഗവാനെ, ഈ കർമ്മത്തിലൂടെ ഞാൻ അങ്ങയെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാവന നമുക്ക് വരുമ്പോൾ അറിയാതെ ഫലേച്ഛ അകന്നു പോകും. ഇത് മാത്രമേ ഉള്ളൂ ഫലേച്ഛാരഹിതമായി കർമ്മം ചെയ്യാനുള്ള ഉപായം. ഈശ്വരാർപ്പണമായി ചെയ്യും. വ്യക്തമാണല്ലോ. അപ്പോഴാണ് രണ്ടാമത്തതിലേക്ക് വരുന്ന കർമ്മഫലം അനുഭവിച്ചേ തീരും. കർമ്മഫലം അനുഭവിച്ചേ തീരും. കർമ്മമുണ്ടോ ഫലമുണ്ട്. ആ നിയമം ആർക്കും മാറ്റാൻ കഴിയില്ല. കർമ്മമുണ്ടോ ഫലമുണ്ട്. ഫലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കർമ്മം പോലും നേരെയാവില്ല. കർമ്മം നല്ലോണം ചെയ്തോളൂ, നല്ലോണം ഫലം
വന്നോളും. നല്ല ഫലം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കർമ്മം നല്ലോണം ചെയ്യുക. ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഫലത്തെക്കുറിച്ച് ചിന്തിച്ചാലോ ഫലവും നന്നാവില്ല, കർമ്മവും നന്നാവില്ല. ഏതെങ്കിലുമൊക്കെ ജീവനക്കാർ അവരുടെ സംഘടനകളിൽ, തൊഴിൽ സംഘടനകളിൽ, ഇപ്പോൾ ആർക്കും വിരോധം തോന്നരുത്, അധ്യാപകരാന്ന് വിചാരിച്ചോളൂ, അധ്യാപകർക്കൊരു സംഘടന ഉണ്ടാവും. ഒന്നല്ല, 100 കൂട്ടം സംഘടന. എന്നാലും അതൊരു സംഘടന എടുക്കുക. അവരുടെ ഉള്ളിൽ ഏറ്റവും നടക്കുന്ന ചർച്ച എന്താ? അധ്യാപനം എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണോ, അല്ല പ്രതിഫലം എങ്ങനെ കൂടുതൽ കിട്ടുന്നുള്ളതാണോ? അതെ, എല്ലാത്തിലും സംഘടനയാണ്. പോയി ആധ്യാത്മിക പ്രഭാഷണ സംഘടന വരെ ഉണ്ടത്ര. ഭഗവാനെ, അവിടെ വന്നു ആൾക്കാർ. കൊളത്തൂർ സ്വാമി ഇപ്പോൾ ആധ്യാത്മിക പ്രഭാഷണ സംഘടനയുണ്ട്. അല്ല, സ്വാമി അതിലൊരു മെമ്പർഷിപ്പ് കൊടുക്കണം. ഞാനൊരു നോട്ടം നോക്കി, ഒന്നും പറഞ്ഞില്ല, ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. എന്നാൽ ഞങ്ങൾ പോയി വരാം, അതാ നല്ലത്. അല്ലാണ്ട് എന്താ പറയുക? സപ്താഹ വായന എല്ലാം. അപ്പം ഈ സംഘടനകൾ പൊതുവേ തന്നെ എൻ്റെ ബാധ്യതയും എൻ്റെ ഉത്തരവാദിത്വവും അല്ല അധികം ചിന്തിക്കുക, മറിച്ച് എനിക്കെന്ത് കിട്ടുന്നുള്ളതാണ് ചിന്തിക്കുക. അപ്പം കർമ്മം നന്നാവില്ല. കാരണം ചിന്ത മുഴുവൻ ഫലത്തിലാണല്ലോ. അതുകൊണ്ട് കർമ്മം നല്ലോണം ചെയ്യൂ, ഫലം നല്ലോണം വരും, ഉറപ്പ്. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്ത് പ്രവൃത്തിയും സാക്ഷിഭാവത്തിൽ ചെയ്യുക. ഇത് പ്രാഥമിക തലത്തിൽ പറയേണ്ടതല്ല. ഇത് ആദ്യം പറഞ്ഞ രണ്ടിനോട് ചേർത്ത് പറയേണ്ടതല്ല. ഇത് വളരെ ഉയർന്ന ഒരു തത്വചിന്താ തലമാണ്. ഇത് പ്രാഥമിക തലത്തിൽ ഒരാൾക്ക് സാധിക്കുന്നതല്ല. മറിച്ച് ഉയർന്ന തത്വചിന്താ തലത്തിൽ ഞാൻ എല്ലാത്തിൻ്റെയും സാക്ഷിയാണ്. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും എല്ലാം സാക്ഷിയാണ്. ഞാൻ ഇന്ദ്രിയങ്ങളല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല. അതുകൊണ്ട് ഉപാധികളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾക്ക് മുഴുവൻ സാക്ഷിഭാവത്തിൽ, അവയാൽ ബന്ധിക്കപ്പെടാതെ അവയ്ക്ക് ഉപരി നിലകൊള്ളുക എന്നുള്ളതാണ് സദാ സാക്ഷിഭാവം സൂക്ഷിക്കുക എന്നുള്ളത്. വളരെ വിശദമാക്കേണ്ടതാണ്. സാമാന്യം ഇത്ര പറഞ്ഞു.